ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 3 നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇതിപ്പോൾ കാമറെഡ്ഡി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്, അശോക് നഗർ. ഇന്നലെ നാഗ്പൂരിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. നാഗ്പൂരിനും ഹൈദരാബാദിനൊക്കെ ഇടയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇനി ഇവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നാഗ്പൂർ കഴിഞ്ഞ് കുറച്ചപ്പുറത്തോട്ട് എവിടെയെങ്കിലും നിർത്താമെന്നുള്ളതാണ്. അതായത് ഒരു 700 കിലോമീറ്റർ. സാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലം മധ്യപ്രദേശിലുണ്ട്. അവിടെയാണ് ഞാൻ ഡെസ്റ്റിനേഷൻ വിളിച്ചിരിക്കുന്നത്. 760 കിലോമീറ്റർ ഉണ്ട്. നോക്കാം എത്ര പോകാൻ പറ്റുന്നുള്ളൂ. ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഒരു NL വണ്ടി കണ്ടത്. NL01 AC 9015. നാഗാലാൻഡ് ആണെന്ന് തോന്നുന്നു NL. അടിപൊളി. ബാക്കിയെല്ലാം MH AP TN അതൊക്കെ ഒത്തിരി കണ്ടായിരുന്നു. സൂര്യൻ വന്നെങ്കിലും നല്ല തണുപ്പാണ്. ഇപ്പോഴും കിടക്കിടാ വിറയ്ക്കുന്നു. രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു. മൂന്ന് കട്ടയായി. അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള പമ്പിൽ കയറണം. ഒന്നും കാണാനില്ല. അവിടെയോ എത്തി. പോളി സ്ഥലം. മുകളിലൊരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു കൊടിയുണ്ട്. കൊടിയല്ലല്ലോ അവിടെ. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഹൈവേയിൽ ദൂരേന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റും. കണ്ടോ? പക്ഷെ അത് ഹൈവേന്ന് മാറിയാണ്. അയ്യോ, ഒരു ട്രക്ക് ഇടിച്ചിടങ്ങ് നോക്ക്. ഒമ്പോ കഷ്ടം. ഇപ്പം ഇടിച്ചാണെന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം. 4 बजे. ഓ, ഒമ്പോ ഫ്രണ്ട് വീലൊന്നും ഇല്ല. ഷോ, ഇതൊക്കെയാണ് റയർ അവസ്ഥ. कब हुआ? ओ, കഷ്ടം. രാജസ്ഥാനിൽ നിന്നാണ് വണ്ടി. RJ. വണ്ടിയുടെ
ബാക്ക് വീലാണ്. എൻ്റെ അമ്മയെ ഒരു ടയർ വെളിയിൽ ഈ താഴെ. കണ്ട എൻ്റെ പൊന്നെ, ഒരു ടയർ താഴെ ഒരു ടയർ ഇവിടെ. മുട്ട ആക്സിഡൻറ്റ്, പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് ഈ വണ്ടി ഇവിടെ നിന്ന് വന്ന് മറ്റേ ഇടിച്ചപ്പുറത്ത് ഇറങ്ങുന്ന വണ്ടിയില്ലേ, ആ മഞ്ഞ ബാസ്ക്കറ്റൊക്കെ കിടക്കുന്നത്, ആ വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. അയാളിങ്ങനെ സൈഡ് വഴി ഇങ്ങനെ കയറി വന്ന് ഈ വണ്ടിയുടെ സൈഡിൽ ഇടിച്ചിങ്ങനെ ഇടിച്ചൊതുക്കി വണ്ടിയുടെ ബാക്കിൽ ഇടിച്ച വണ്ടിയുടെ വീലൊക്കെ ഊരിത്തെറിച്ച്. ഒരു വീല് അടങ്ങുന്നു ബാക്കിലത്തെ വലുത്, പിന്നെ ഒരു വീല് ഇവിടെ ഈ പാലത്തിൻ്റെ താഴെ വലിയ വീല്, പിന്നെ ഫ്യൂവൽ ടാങ്ക് എല്ലാം ഊരിത്തെറിച്ച്. ഇടി കടന്നതും ഡ്രൈവർ എടുത്ത് ചാടി. അതുകൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. ഭയങ്കര ലക്കിയാണ് ഡ്രൈവർ. എൻ്റെ പൊന്നെ, എല്ലാവരും ഇവിടെ നിർത്തുന്നു. മാരകം. രാത്രി എപ്പോഴോ സംഭവിച്ചെന്നാ പറഞ്ഞത്, 4 മണിക്കോ. ഈ പമ്പിൽ നിന്ന് അടിക്കാം, 2 കട്ടയായി ഇവിടെ നിന്ന് അടിക്കാം. यहाँ कार्ड एक्सेप्ट करेगा क्या? कार्ड कार्ड भी नहीं है, ओनली कैश। ओ, आसपास कई दूसरे पेट्रोल पंप है क्या? 10 किलोमीटर है। 10 किलोमीटर जाएगा। ठीक। क्यों भाई, वो कुछ भी खराब हो गया, स्कैनर नया था। ओ, क्या आपने देखा वहाँ एक बहुत बड़ा एक्सीडेंट हो गया। ओह, 2 ट्रक। ये किससे आप दांत साफ कर रहे हैं, क्या है? हाँ। ये क्या है? यापा చెట్టు ఏమంటారు? వేప చెట్టు హిందీ वेप वेप। हाँ वेप। हाँ, मलयालम में वेप बताते हैं। ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അത് 10 കിലോമീറ്റർ അപ്പുറത്ത് വേറെ പമ്പുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അയാൾ പല്ലി വയ്ക്കുന്ന സാധനത്തിൻ്റെ പേര് വേപ്പാണ്. അടിപൊളിയാട്ടായിട്ട് കയ്പായിരിക്കൂലേ. ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂപ്രകൃതി. അവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ബോർഡ് കാണാം. എവിടെയായിരിക്കും? ആ യെസ്, ഓ ഇങ്ങനെ വരണ്ടായിരുന്നു, ഇതുവഴി കട്ട് ചെയ്ത് കയറായിരുന്നു.
പറമ്പിൻ്റെ കോലം കണ്ടിട്ട് കാടെടുക്കുമെന്ന് തോന്നുന്നു. कोलकाता स्टेट या കേരള केरला केरला भैया कितना भागता है? ये 140 तक जाता है. कहाँ जा रहे हैं आप? अभी हिमाचल, अल्ले आज ये मध्य प्रदेश में किसी जगह पर स्टे करूँगा, उसके बाद जाता. അങ്ങനെ ഫ്യൂവൽ അടിച്ചു. ഇനി വിട്ടു പോവാം. കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്താം. നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും 220 കിലോമീറ്റർ ആയിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് വല്ലതും കഴിക്കാം. വിശപ്പ് തുടങ്ങി. ധാബകളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നിർത്തിയാലോ? ഓ, അടുത്ത ധാബയിൽ നിർത്താം. ഈ ധാബയിൽ കയറി നോക്കാം. കുറേ ബോർഡ് കാണാം. ധാബ ഇല്ലേ, ബോർഡ് മാത്രമല്ല. വിശാലമായ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കേ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറാട്ടയും ദഹിയും. ബാബ രാംദേവ് രാജസ്ഥാനി ധാബ. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. അതിനകത്ത് നല്ല തണുപ്പായിരുന്നു, പുറത്തിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം വെയിലുണ്ട്, ചെറിയ ചൂടൊക്കെ ഉണ്ട്. ജബൽപൂർ 312, നാഗ്പൂർ സ്ട്രേറ്റ്. ട്രിപ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് CG എന്നുള്ള വണ്ടിയും PB എന്നുള്ള വണ്ടിയും കാണുന്നത്. CG ഛത്തീസ്ഗഡ് ആണെന്ന് തോന്നുന്നു, PB പഞ്ചാബ് ആയിരിക്കും അല്ലേ? ഇനി ഏതൊക്കെ കാണുമെന്ന് നോക്കാം. അടുത്ത ലോറി, പഴക്കൊലയായിട്ട് വന്ന ലോറി മറിഞ്ഞു. വൈവലിക്കര ഒത്തിരി ആക്സിഡൻറ്റ്സ് ഇതുപോലെ കാണാം. എല്ലാവരും ഉറങ്ങിപ്പോകുന്നതിൻ്റെയാണ്. നമ്മളിപ്പോൾ നാഗ്പൂർ, പ്രോപ്പർ നാഗ്പൂർ എത്താറായി. 20 കിലോമീറ്റർ എന്തേ ഉള്ളൂ. ഇവിടെ എത്തിയിട്ട് ഒന്ന് ഇറങ്ങി നിന്ന് റെസ്റ്റ് എടുക്കാം. 338 കിലോമീറ്ററായി. ട്രെയിന് പോകണം, ഗുഡ്സ്. 338 കിലോമീറ്റർ, 10:40 കുറച്ച് സ്ലോ ആയിപ്പോയി റൈഡ് ചെയ്തത്. അങ്ങനെ ഇരുന്നങ്ങ് റൈഡ് ചെയ്തു. അധികം പൊളിക്കാൻ പറ്റിയില്ല, ട്രാഫിക്കും ഉണ്ടായിരുന്നു. നോക്കാം.
700 കിലോമീറ്ററിൽ നിന്ന് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. നാഗ്പൂർ 13 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് കയറണ്ട, നമുക്ക് നാഗ്പൂർ സിറ്റി കയറണ്ട. ഇവിടെ നമുക്ക് റൈറ്റ് അടിക്കണം. നാഗ്പൂർ എത്താനൊരു 15 കിലോമീറ്റർ ഉള്ളപ്പോഴേക്ക് നമ്മൾ മാപ്പ് ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ കൺഫ്യൂഷനാവും. നമുക്ക് വേറെ റൂട്ട് തിരിഞ്ഞ് കയറേണ്ടതായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സിറ്റിയുടെ അകത്ത് ചെറുതായിട്ടൊന്ന് പോയി തിരിച്ചു വന്നു. ഇപ്പോൾ കറക്റ്റ് റോഡിലാണ്. മാപ്പ് അപ്പോഴത്തേക്ക് ഇടണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള വെച്ചൊന്ന് ഹൈദരാബാദും നാഗ്പൂറും സിറ്റി അടുപ്പിച്ച് വരുമ്പോൾ മാപ്പ് ഇടണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയുകൊണ്ട് തേഞ്ഞില്ല. ഒരു 2 കിലോമീറ്റർ മാറിയതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങ് പോവും. റോഡെല്ലാം ഒരുപോലെ ഇരിക്കണമുണ്ട്, വലിയ റോഡുകളായതുകൊണ്ട് നമുക്ക് തെറ്റും. ഇതാണ് ജബൽപൂർ നാഗ്പൂർ റോഡ്. ഇത് നേരെ പോയി സിയോണി എന്നുള്ള സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ പോയി കുറച്ച് ദൂരം, പിന്നെ ഇപ്പോൾ നരസിംഹപൂർ എത്തും. അവിടെ നിന്നും നേരെ സാഗർ എന്നൊരു സ്ഥലം. അപ്പോൾ സാഗർ അല്ലെങ്കിൽ നരസിംഹപൂർ, ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നമുള്ള ഏരിയ ആണെന്നാണ് പറയുന്നത്, പിടിച്ചു പറയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു, അതായത് ഗ്വാളിയാർ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നൈറ്റ് റൈഡൊന്നും പാടില്ല, അവിടെ ഒന്നും റൂം എടുക്കാൻ പാടില്ല. അതിന് റൂം എടുക്കാം, ധാബയിലൊന്നും കിടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒത്തിരി റൈഡേഴ്സിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നരസിംഹപൂർ അല്ലെങ്കിൽ സാഗർ, ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്റ്റേ അടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നാളെ രാവിലെ നേരെ ആഗ്രയോ ഡൽഹിയോ പിടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നരസിംഹപൂർ അടുത്താണ്, കുറച്ചും കൂടി പോയാൽ മതി. പക്ഷേ സാഗർ പോകണമെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ പോകണം. ഒരു 7 മണി 7:30 ആകുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ. നമുക്ക് നോക്കാം, എത്താൻ പറ്റിയാൽ നമുക്ക് സാഗറിൽ സ്റ്റേ അടിക്കാം, ഇല്ലെങ്കിൽ വരുന്നിടത്ത് ചെല്ലണം. അപ്പോൾ മണി 11:30 ആയിട്ടുള്ളത്. ഇയാൾ എന്താ കാണിക്കുന്നത്? പേടി. ആ ഓക്കെ. അടുത്ത ആക്സിഡൻറ്റ് ഇത് ഇറങ്ങിപ്പോയി. എൻ്റെ ഒരു നദിയുടെ അന്ത്യം, ഒരു വലിയ നദിയായിരുന്നു, ഫുള്ള് വറ്റി. അത്രയും മണ്ണ്, അത് മാത്രമേ. 3 കട്ടയായി. ഇവിടെ നിന്ന് ഫ്യൂവൽ അടിക്കാം. പെട്രോൾ തന്നെയല്ലേ. കണ്ടോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പശുവുമ്പാ മാറുമോ? മുട്ടയാണ്, മാറൂല. ചുമ്മാ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കും. MP കയറി കഴിയുമ്പോഴാണ് കോമഡി. നല്ല റോഡല്ലേ. നമ്മൾ മധ്യപ്രദേശും മഹാരാഷ്ട്രയും തമ്മിലുള്ള ബോർഡർ ഉണ്ട് ഇവിടെ, അത് ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് നാഗ്പൂർ ഒന്ന് സ്റ്റേ അടിച്ചിട്ട് നാഗ്പൂരിൽ നിന്ന് ആഗ്ര ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കാമെന്നായിരുന്നു. പക്ഷേ ഹൈദരാബാദ് ടു നാഗ്പൂർ
ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നേരത്തെ എത്തിപ്പോയി. കാരണം ഞാൻ ഹൈദരാബാദ് സ്റ്റേ അടിച്ചില്ല, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നല്ലേ സ്റ്റേ അടിച്ചെന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര നഷ്ടം, വെറുതെ അവിടെ സമയം ചിലവഴിക്കേണ്ടി വരും നാഗ്പൂർ. അതുകൊണ്ടാണ് എടുക്കുന്നത്, റൂട്ട് എടുക്കുന്നത്. അതായത് MP-യിലും UP-യിലും സ്റ്റേ അടിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ തമ്മിൽ ഭേദമായ രണ്ട് സ്ഥലങ്ങളാണ് MP-യിൽ, അതായത് നരസിംഹപൂറും സാഗറും. ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്റ്റേ അടിക്കുന്നതാണ് നല്ലതെന്ന് എക്സ്പേർട്സൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും UP-യിൽ സ്റ്റേ അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റ് റൈഡും പാടില്ല. എനിക്കപ്പം സാഗറിൽ പോയി സ്റ്റേ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അടുത്ത ദിവസം രാവിലെ ആഗ്ര ക്രോസ് ചെയ്യാൻ പറ്റും. അത് ആഗ്ര വരെ പ്രശ്നമാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, ആഗ്രയൊക്കെ ഓക്കെയാണ്. അവിടെ ഒന്നും പിന്നെ ഒരു കുഴപ്പമില്ല. അതിനാണ് ഇങ്ങനെ ഞാൻ പോകുന്നത്. ഇപ്പോൾ മണി 12 മൊത്തം 425 കിലോമീറ്റർ ഇതുവരെ റൈഡ് ചെയ്തു. ലഞ്ചൊന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. രാവിലെ കഴിച്ച പൊറാട്ട വയറ്റിൽ കിടന്ന് കുളു എന്നൊക്കെ പറയുന്നുണ്ട്. എണ്ണ പിടിക്കാത്തതായിരിക്കണം, കുഴപ്പമൊന്നുമില്ല, ഒരു കുളുകുളും. വെറുതെ ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്ന ഉറക്കം വരും. അതാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുമല്ലോ. ഓക്കെ, ഇപ്പം കുറച്ച് ഉറക്കമൊക്കെ പോയിട്ടുണ്ട്. കേട്ടോ, പട്ടി ചാടുന്നുണ്ട. ഇതൊക്കെയാണ് വലിയ പ്രശ്നം. തട്ടിയാ പട്ടിക്കൊന്നും പറ്റില്ല, നമ്മൾ വല്ലതും തെറിക്കും. പശുവൊക്കെ ഒരു പശുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെയല്ല. കൂട്ടത്തോടെ ആയിരിക്കും ബാക്കിലൊക്കെ. ഒരെണ്ണം അടുത്ത് ഇപ്പുറത്ത് ചാടും, അല്ലെങ്കിൽ ഒരെണ്ണം ഇപ്പുറത്തിരിക്കും, കൂട്ടത്തോടെ ഇപ്പുറത്തിരിക്കും. നമ്മൾ സമയദോഷത്തിന് നടുക്കൊന്ന് ചെല്ലുന്ന സമയത്തായിരിക്കും അതെല്ലാം കൂടി ഓടിച്ച് ഫ്രണ്ടിൽ വരുന്നത്. ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല, തീർന്നു. ABS ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ നിൽക്കും കേട്ടോ. അത് രണ്ടും ഇല്ലെങ്കിലാണ് പണി. ഹൈവേയുടെ സൈഡിൽ പൂ മുളച്ച് നിൽക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇത് കണ്ടോ, ഇത് ഡിവൈഡറിൻ്റെ മുകളിൽ പച്ച വെച്ചിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഇതിൻ്റെ രണ്ട് സൈഡും റിസർവ് ഫോറസ്റ്റാണ്. നമ്മൾ റിസർവ് ഫോറസ്റ്റിനകത്തൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ മൃഗങ്ങളൊന്നും ചാടാതിരിക്കാനൊക്കെ വേണ്ടിയും പിന്നെ മനുഷ്യരങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത് ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. ഒത്തിരി കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയായിരുന്നു, കുറേ ദൂരം ഇങ്ങനെയാണ്. അപ്പോഴാണ് വിചാരിച്ചത് വ്ലോഗ് ചെയ്യാം. വഴി ഇനി കുറച്ച് ദൂരം ഇങ്ങനെയാണ്. പെട്ടെന്നല്ലേ, നല്ല റോഡ് വന്നിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊരു ബോർഡും കണ്ട് ടപ്പന ഇങ്ങനത്തെ വഴി. രാത്രിയൊക്കെ പൊളിച്ച് വരാണെങ്കിൽ പണിയാണ്, ഉറങ്ങിയൊക്കെ പോവുകയാണെങ്കിലേ. അമ്പോ എന്താ ഇത്, ഈശ്വര, പറക്കും തലയുക പോലെയുണ്ട്. ഓഫ് റോഡ് ടെറിട്ടറി. നമ്മളിപ്പോൾ സാഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഗർ ഇവിടെ നിന്ന് 203 കിലോമീറ്ററേ ഉള്ളൂ. കുറച്ചു നേരം വെളിയിൽ അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. സമയം ഇപ്പോൾ 2:34 പൊയ്ക്കോണ്ടിരിക്കുന്നു. നരസിംഹപൂർ 88 കിലോമീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് സാഗർ. ഇത് നല്ല റോഡ് നോക്ക്, എൻ്റെ പൊന്നെ. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവഴി ഞങ്ങൾ 2 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ പന്ന റോഡായിരുന്നു. ആ പണി നടന്ന റോഡാണെന്ന് തോന്നുന്നു. അമ്പോ സ്പീഡ് ബ്രേക്കർ.
ഓക്കെ, നല്ല കിടിലോ. ഈ ഇടയ്ക്ക് ടാർ ചെയ്താണെന്ന് തോന്നുന്നു. പക്ഷേ അത്രയ്ക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. കോർണർ ചെയ്യുമ്പോഴൊക്കെ അപ്പുറത്തോട്ട് പോകണുണ്ട്. അതായത് മര്യാദയ്ക്ക് ചെയ്താൽ കുഴപ്പമില്ല, 100 ചെയ്ത് കഴിയുമ്പോൾ പോകണുണ്ട്. അയ്യോ കുരങ്ങ് 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 കുരങ്ങ്. ഓക്കെ, ഡേഞ്ചറസ്. പശുവിനേക്കാളും ഡേഞ്ചറാണ് കുരങ്ങ്. ഭയങ്കര സ്പീഡാണ് സാധനത്തിന്. ചിലപ്പോൾ നേരെ വന്ന് ടയറിനടിക്ക് കയറും, ഇല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളും. പക്ഷെ നമ്മളെന്തായാലും അറക്കി. അത് വളവിൽ വെച്ചിട്ടൊക്കെയാണ് ചാടണമെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, വാ, നൈസ്. അധികം പരിചയമില്ലാത്ത റോഡായതുകൊണ്ട് അഭ്യാസമൊന്നും കാണിക്കണ്ട, മര്യാദയ്ക്ക് പോവാം. വളവ് കിട്ടിയില്ലെങ്കിൽ നേരെ ഇടിച്ച് അപ്പുറത്ത് പോവും. ഇവിടെ നിന്ന് ഫ്യൂവൽ അടിക്കാം. 3 കട്ടയായി. ഓക്കെ, ഈ യാത്ര പിന്നെ തുടരുകയാണ്. ഗൈസ് നോക്ക് ഗൈസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്, അടിപൊളി. ആ കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കണ്ടില്ലേ? വള്ളമൊക്കെ ഇരിക്കുന്നു അവിടെ. ആൾക്കാർ വള്ളമൊക്കെ വീശുന്നു. ഗൈസ്, ഇത് നർമ്മദ നദിയാണ് കേട്ടോ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കാണിച്ചത് നർമ്മദ നദിയാണ്. അടിപൊളി. എന്തായാലും ഫോട്ടോ എടുക്കണം. സെൽഫി. കണ്ടാ പറഞ്ഞത് കണ്ടാ? ഒന്നുമില്ലല്ലോ, ഒരു സൈഡാണല്ലോ നിറഞ്ഞു വന്നത്. അല്ലെങ്കിൽ കാണണം, റോഡ് ഫുള്ള് നിറഞ്ഞു പോയി. എരുമ പോകുന്നതാണ് രസം. തല ഇങ്ങനെ 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 അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എല്ലാം ഒരുപോലെ ഇങ്ങനെ 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 ഒരു പ്രത്യേക രസമാണ് കാണാൻ. എരുമ പറഞ്ഞ കാണാൻ അങ്ങനെ ചവച്ച് മുട്ട മോഡൽ വെക്കുകയാണ്. ലക്കുണ്ടെങ്കിൽ നാളെ കാണാം റോഡിൽ, അതായത് UP കാണാം. നമ്മളിപ്പോൾ സാഗറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 90 എത്രയോ കിലോമീറ്ററാണ് ലാസ്റ്റ് കണ്ടത്. നമ്മൾ ഇതുവരെ 663 കിലോമീറ്റർ റൈഡ് ചെയ്തു. മണി 3:58, 4 മണി ആയതേ ഉള്ളൂ. സാഗർ എത്തും. സഗർ എലിയസ് ജാക്കി. ആ വണ്ടിയുടെ ടയർ പഞ്ചറാണ്. കിലോമീറ്റേഴ്സ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. സ്ഥലം ഇതുവരെ എത്തിയില്ല. സാഗ്ര കുറച്ചുകൂടി ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ 749.9 കിലോമീറ്റർ താണ്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഓയോ റൂം കാണുന്നുണ്ട്. അത് കയറി ബുക്ക് ചെയ്ത് അവിടെ കയറാം. ഓയോ കാണിക്കണില്ല, പക്ഷേ ഓയോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വരാം. അവിടെ മുട്ട റേറ്റ് ബ്രോസ് 2000 രൂപയെന്ന്. പിന്നെ അതുകൊണ്ട് ഓയോ തന്നെ ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ
ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറവ് 900. അത് കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് കൊടുക്കണം. ഇനി അവിടെ ചെന്ന് കഴിയാൻ നേരത്തെ അവർ പറയുമോ ഒന്നും പറ്റൂല എന്ന്. പോയി നോക്കാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ. ഇതാണ് ഹോട്ടൽ കുബേർ വത്തിക്ക. നൈസാണ് കേട്ടോ. 900 റുപ്പീസിന് വർത്താണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് വണ്ടി ഇതിനകത്ത് വെച്ച് ലഗേജ് എടുക്കാതെ പോവാം. അത്ര സേഫാണ്. ഞാൻ അത്യാവശ്യമുള്ള സാധനം മാത്രമേ എടുത്തുള്ളൂ. ലഗേജ് ഫുള്ള് ബൈക്കിൽ തന്നെയാണ്. മഴയൊന്നും പെയ്യില്ല. ഈ വെളിയിലല്ല, അകത്താണ് വെച്ചിരിക്കുന്നത്. പറ്റുമെങ്കിൽ നമുക്കിന്ന് ചെയിൻ ലൂബ് അടിക്കാം. നാളെ ഒരു ലോങ് ജേർണി ഉള്ളതാണ്. നാളെ പറ്റുമെങ്കിൽ നേരെ ബിർ വിടാൻ നോക്കാം. 1100 കിലോമീറ്റർ, അല്ലെങ്കിൽ ചണ്ഡീഗഡ് വിടാം. നോക്കാം. നമ്മളിപ്പം ചെയിൻ കട്ടയ്ക്ക് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ റൈഡിനും ഒരു 3 ദിവസത്തിലൊരിക്കൽ നമ്മളിത് ചെയ്യുന്നത് വളരെ അത്യാവശ്യ കാര്യമാണ്. ചെയിൻ്റെ ലൈഫ് കൂട്ടാൻ. കാര്യം തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ നമുക്ക് കട്ടയ്ക്ക് നിൽക്കണമല്ലോ. അതുകൊണ്ട് ചെയിൻ ലൂബ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച് കം ഡിന്നർ. പിസയും കോൾഡ് കോഫി. ഇതാണ് ഗൈസ് റൂം 108. ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിരുന്നു. നല്ല വിശാലമായ റൂമല്ലേ? നല്ല റൂം. എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് നോക്കില്ല. മോർദാനില്ല. നല്ല പ്രോപ്പർട്ടി കേട്ടോ. ഓയോയിൽ ബുക്ക് ചെയ്തതാണ്. ഇത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ സാഗർ എന്നുള്ള സ്ഥലമാണ്. ഇവിടെ UP-യിൽ സ്റ്റേ അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സ്റ്റേ അടിച്ചത്. കാര്യം UP സേഫ് അല്ലെന്ന് എല്ലാവരും പറയുന്നു. അതങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും പറയുമ്പോൾ പിന്നെ നമ്മളതിനോട് എതിർത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? വെറുതെ പണി വാങ്ങിച്ചു പിടിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നെങ്കിൽ നാഗ്പൂർ സ്റ്റേ അടിക്കുന്നതായിരുന്നു. നാഗ്പൂരിൽ നിന്ന് കവർ ചെയ്ത് ഒത്തിരി വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ അടിക്കുന്നത്. അതായത് ഇനി ഇവിടെ നിന്ന് ചണ്ഡീഗഡ് 700 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. മണാലിയേക്കാണ് 1100 സംതിങ് വരും. നാളെ ആഗ്ര എക്സ്പ്രസ് വേയിലൊക്കെ കയറാം. യമുന എക്സ്പ്രസ് വേ. അപ്പം അതിൻ്റെ പോക്ക് ആ ട്രാഫിക്കും അതൊക്കെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്നുള്ളത്. ചണ്ഡീഗഡ് പോകണോ അതോ നേരെ ഹിമാചലിലോട്ട് കയറണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് ഫ്രഷ് ആവണം, കുളിക്കണം, ഉറങ്ങണം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പീസ്.